നമ്മൾ എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ പ്രൊജക്റ്റുകളും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും പഠിപ്പിക്കുന്നു? പല ആൾക്കാരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. സോ ഇതിൻ്റെ ഒരു ആൻസറായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് നമ്മളുടെ ഒരു ജേണി, നമ്മളുടെ ഒരു സ്റ്റോറി നമ്മൾ പറയാം. ആസ് എ CBG നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു കൺസൾട്ടിങ് ഫേമായിട്ടായിരുന്നു. സോ നമ്മളുടെ ഒരു വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത് വി ഹാവ് ദ ടീം ഇൻ ഇന്ത്യ ആൻഡ് വി ആർ ടേക്കിംഗ് പ്രോജക്ട്സ് ഫ്രം UAE, ഖത്തർ ആൻഡ് സൗദി. ദെൻ അവിടെ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നാട്ടിൽ വർക്ക് എടുത്ത് ചെയ്തിട്ട് അവിടത്തേക്ക് അയച്ചു കൊടുക്കുക. അതായിരുന്നു നമ്മളുടെ ഒരു കൺസൾട്ടിങ് വർക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് മാൻ പവർ വേണം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷണൽ മോഡൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഇന്ത്യ വി നോ കമ്പാരിറ്റീവ്ലി മിഡിൽ ഈസ്റ്റിനേക്കാളും സാലറി കുറവാണ്. സോ നമുക്ക് എൻജിനീയേഴ്സിന് എടുക്കാം, എന്നിട്ട് ആ ഒരു സാലറി കുറവിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. കമ്പനീസ്, മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനീസിന് അവരുടെ ഈ ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് കുറച്ചിട്ട് ഈ ഒരു ബെനിഫിറ്റ്സ് അവർക്കൊക്കെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ടീമിനെടുത്തു, ആൾക്കാരെ ഹയർ ചെയ്തു, നമ്മളൊരു 6 month ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് കൊടുത്തിട്ട് അവർ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ ഇന്ന ഇയർ അവർ നല്ലൊരു പ്രൊഫഷണലായിട്ട് മാറുകയാണ്. സോ ഇങ്ങനെ നല്ലൊരു പ്രൊഫഷണലായിട്ട് മാറിയപ്പോൾ അവർക്ക് ഈസി ആയിട്ട് മിഡിൽ ഈസ്റ്റ് ജോബുകൾ കിട്ടി. സോ മിഡിൽ ഈസ്റ്റ് ജോബുകൾ കിട്ടി, അവർ പെട്ടെന്ന് പോവുകയാണ്, മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയാണ്, അവരുടെ ലൈഫ് സെക്യൂർ ആക്കുകയാണ്. സോ ദ പ്രോബ്ലം ഈ CBG എന്ന കമ്പനിക്കൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇവർക്ക് പെട്ടെന്ന് പ്രൊഫഷണലാവുന്നു, പെട്ടെന്ന് ജോബ് കിട്ടുന്നു, നമ്മളെ കമ്പനിയിൽ നിന്ന് പോകുന്നു. സോ നമ്മളവിടെ ഒരു ക്രൈസിസ് വന്നിരിക്കുകയാണ്. എംപ്ലോയീസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ജോബ് കിട്ടുന്നു, നമ്മളെ കമ്പനിയിൽ നിന്ന് പോകുന്നു. ഓക്കെ, എല്ലാവർക്കും അവരുടേതായ ഓപ്പർച്യൂണിറ്റീസ്, അവരുടേതായ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് നോക്കുന്ന ആൾക്കാരാണ്. സോ വി കനോട്ട് ഹോൾഡ് ദം. അങ്ങനെയാണ് എന്തുകൊണ്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് നമ്മളുടെ കമ്പനിയിലേക്ക് ആൾക്കാരെ എടുത്തുകൂടാ എന്നുള്ള ഒരു തോട്ട് വന്നത്. സോ ആ ഒരു തോട്ടിൽ നിന്നാണ് നമ്മൾ ട്രെയിനിങ് തുടങ്ങുന്നത്. സോ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളുടെ ക്ലയൻറ്റ് പറഞ്ഞു അവർക്ക് ഓൺ സൈറ്റ് അവിടെ വേണം, ആൾക്കാരെ വേണം, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ നമ്മൾ പറഞ്ഞു വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വി വിൽ ഡു ദ ട്രെയിനിങ് ആൻഡ് ഇഫ് യു നീഡ് ഇറ്റ് വി ക്യാൻ ഷെയർ ദ CVs, യു ക്യാൻ ഹയർ ദം. ഓക്കെ, നമ്മളുടെ കമ്പനിയിലേക്ക് നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്യാം, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ കമ്പനീസിനും അവർക്കും ഹയർ ചെയ്യാം, നമുക്ക് നമ്മളുടെ പൂളിലുള്ള സ്റ്റുഡൻസിന് എടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ നമ്മളെ കമ്പനിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മളൊരു 10-20 ആൾക്കാരുടെ ഒരു ബാച്ച് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ക്ലയൻറ്റിനും നമുക്കും വേണ്ട ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക, ദെൻ അതിൽ നിന്ന് ടോപ്പ് പെർഫോമൻസിന് എടുക്കാം. ബട്ട് സം പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഒരുപാട് ആൾക്കാർക്ക് പഠിക്കാനും ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുള്ളതും അവർക്ക് അപ്സ്കെയിൽ ചെയ്യണം, പ്രൊഫഷണൽസ് ആയിട്ട് വരണം എന്നുള്ളതും ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിത് വൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയിലേക്ക് ആൾക്കാരെടുക്കുക, അതുപോലെ നമ്മളെ ക്ലയൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അവരൊന്ന് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് മോൾഡ് ചെയ്തെടുക്കുക. ക്ലയൻറ്റ് അവരെ ഹയർ ചെയ്യുമ്പോൾ ക്ലയൻറ്റ് ഓൾസോ ഷുഡ് ബി ഹാപ്പി. ഓക്കെ, അവർക്ക് ഓൺസൈറ്റ് ചെയ്യാനുള്ള വർക്കുകൾ ഓൺസൈറ്റ് തന്നെ ചെയ്യണം, ബാക്ക് ഓഫീസിലെ വർക്ക് ആ റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വൈഡായിട്ട് ചെയ്യുമ്പോഴും നമ്മളുടെ കോഴ്സിൽ നമ്മൾ കൊണ്ടുവന്നുള്ള വാല്യൂ അല്ലെങ്കിൽ USP അത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മിഡിൽ ഈസ്റ്റിലുള്ളതും, മിഡിൽ ഈസ്റ്റിൽ മെയിനായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സാണ്. POMI, RICS, FIDIC ഇതൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സാണ്. വേൾഡ് വൈഡ് എവിടെ പോവുകയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ്സാണ് വരുന്നത്. സോ അത് പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിച്ചാൽ മാത്രമാണ് നമ്മുടെ സ്റ്റുഡൻസിന് എവിടെ ചെന്നാലും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് പറ്റുക, അവർ പർട്ടിക്കുലർ പോയിന്റിൽ ദേ വിൽ ഗെറ്റ് സ്റ്റക്ക്, റൈറ്റ്? കാരണം എന്താ വെച്ചാൽ അവർക്ക് അറിയാതായി പോകും, ഒരു വേറൊരു കൺട്രിയിൽ പോയിട്ട് ചെയ്യുമ്പോൾ അറിയാതായി പോകും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ മിഡിൽ ഈസ്റ്റ് ബേസ്ഡുള്ള പ്രൊജക്റ്റുകൾ നമ്മളുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ആ പ്രൊജക്റ്റുകളിൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നു, റിയൽ പ്രൊജക്റ്റുകൾ അവർ ചെയ്യുന്നു, പ്രൊഫഷണൽസായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരു കമ്പനിയിൽ പോയാൽ അവർക്ക് എങ്ങനെ ട്രെയിനിങ് കിട്ടും, അതേ ട്രെയിനിങ് തന്നെ അവർക്ക് കമ്പനിയിൽ പോകുന്നതിന് മുമ്പേ കിട്ടുന്നു. അവരൊരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡും അവരുടെ ടെക്നിക്കൽ നോളജും ഇമ്പ്രൂവ് ചെയ്തു വരുന്നു, അവർക്ക് ജോബ് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മളെ സ്റ്റുഡൻസിന് ഇപ്പോൾ 1000-ന് മുകളിൽ പ്ലേസ്ഡ് ആയതും നമ്മളിപ്പോഴും കേരളത്തിലെ നമ്പർ 1 അപ്സ്കില്ലിംഗ് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ ഒരു ജേണി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സാണ് നമ്മൾ ചെയ്യുന്നത്, നോട്ട് മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റുകാർ ഫോളോ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സാണ്. RICS ആണെങ്കിലും FIDIC ആണെങ്കിലും ഒക്കെ ഇൻ്റർനാഷണലാണ്. നമ്മളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് നമ്മളുടെ സ്റ്റുഡൻസ് എവിടെ പോകുന്നോ അവിടെ പെർഫോം ചെയ്യാൻ പറ്റണം.
അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ സക്സസ്സും.